അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ഒരുപാട് സന്തോഷം, സമാധാനമുള്ള ജീവിതം അല്ലാഹു തആല നൽകട്ടെ. ജീവിതത്തിൽ നന്മകൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എന്നിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ അല്ലാഹു തആല നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ എല്ലാവിധ അനുഭൂതികളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യമാന ദിനങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഏറ്റവും മർമ്മപ്രധാനമായ റമളാനിൻ്റെ ആ പവിത്രമായ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ ഒരു സമയത്ത് എന്താണ് ലൈലത്തുൽ ഖദർ, എപ്പോഴാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നത്, അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് അതിൻ്റെ മഹത്വം ലഭിക്കുന്നത്, അത് ആർക്കൊക്കെയാണ് ലഭിക്കാത്ത ആളുകൾ, അതേപോലെ തന്നെ അധികമായിട്ട് ചൊല്ലേണ്ട പരിശുദ്ധമായ ദിക്ർ ഏതാണ്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളൊക്കെ ഭയപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ആർത്തവ സമയമാണ് ഉസ്താദ്, ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ താല്പര്യത്തോടെ വിഷമത്തിലാണ് ഈ പുണ്യമായ ദിവസം വന്നിട്ട് വേണ്ടതുപോലെ ഞങ്ങൾക്ക് ഉസ്താദെ ചെയ്യാൻ കഴിയുന്നില്ല, വേദനകളാണ്, പ്രയാസങ്ങളാണൊക്കെ പറയുന്നവരുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ സമാധാനം അല്ലാഹു തആല കൊടുക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ലൈലത്തുൽ ഖദറിനെ കുറിച്ച്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദുഃഖിതനായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. വല്ലാത്ത സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ എന്തു പറ്റി നിങ്ങൾക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീലെ, ഞാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അല്ലേ, ഇന്ന് എൻ്റെ ഉമ്മത്തിന്, ഈ സ്വഹാബത്തിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ആ സ്വഹാബത്തിന് എന്നോട് വന്നിട്ട് കാര്യങ്ങൾ പറയാം, സങ്കടങ്ങൾ പറയാം, വേദനകൾ പറയാം, അത് കേൾക്കാൻ ഞാനുണ്ട്, പ്രാർത്ഥിക്കാൻ ഞാനുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന എൻ്റെ ഉമ്മത്ത്, പാവപ്പെട്ട എൻ്റെ വഫാത്തിൻ്റെ ശേഷം വരുന്ന ഉമ്മത്ത്, ആ ഉമ്മത്ത് എന്തു ചെയ്യും എന്ന് എനിക്ക് വല്ലാത്ത ഭയമാണ്. ഞാനിന്ന് ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ, വഫാത്തായിപ്പോയാൽ എൻ്റെ ആ ഉമ്മത്ത് എങ്ങനെയാണ് അവിടെ നിന്ന് സമാധാനം കണ്ടെത്തുന്നത്, എന്ന കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് എന്നവിടെ നിന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിശുദ്ധമായ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തിന് അവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നിട്ട് ഓതി കൊടുക്കുകയാണ്, നബിയെ നിങ്ങൾ വിഷമിക്കണ്ട, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, ആ പുണ്യമായ മാസം അത് 1000 മാസത്തെക്കാൾ പവിത്രമാണ്. ഏകദേശം 83 വർഷം 4 മാസത്തോളം അവിടുന്ന് ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലം അല്ലേ, അത്രയ്ക്കും ഒരു വർഷം നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. ഈ 12 മാസത്തെ നമ്മൾ അവിടെ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണത് അല്ലേ. ആ സൂറത്തിൽ അവസാനം പറയുന്നത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അത് വിശ്വാസികൾക്ക് നേരം വെളുക്കുവോളം ഫജ്ർ വരെ അവിടുന്ന് സമാധാനമാണ്, അവിടുന്ന് പ്രതിഫലാർഹമാണ് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു പുണ്യമാന ദിവസമാണിത്. ഇതാണ് നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ മർമ്മപ്രധാനമായി മഹത്തുക്കളുണ്ട് എന്ന് പറഞ്ഞ ആ പവിത്രമായ ദിവസമാണ് വരാനിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല ഇലൈഹി മുസ്രിഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സ്വഹാബത്തിലേക്ക് വളരെ വേഗത്തിൽ പെട്ടെന്ന് കടന്നു വരികയുണ്ടായി. ധൃതിയിൽ ഇങ്ങനെ വന്നു, ഹത്താ അഫ്സഅന മിൻ സുർഅതിഹി, ആ ഒരു വരവ് കണ്ടാൽ കാണുന്ന ആളുകൾക്ക് എന്തോ ഒരു ധൃതിയിൽ, ഒരു പേടിയുള്ളത് പോലെ, നബിക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്, അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി വരുന്നത് പോലെ ഒരു അർജന്റായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജിഅ്തു മുസ്രിഅൻ, ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് വന്ന കാര്യം എന്തെന്നറിയോ, ഉഖ്ബിറുക്കും, നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന ആ പവിത്രമായ ദിവസത്തെ, ആ സമയത്തെ, ആ രാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ ഫഉൻസീതുഹാ ബൈനി വ ബൈനിക്കും, പക്ഷേ എനിക്കിടയിൽ നിന്ന്, നിങ്ങൾക്കിടയിൽ നിന്ന്, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്ന് അതിനെ അല്ലാഹു തആല മറപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, വലാകിൻ ഇൽതമിസുഹാ
ഫിൽ അശ്രിൽ അവാഹിരി മിൻ റമളാൻ. അതുകൊണ്ട് റമളാനിൻ്റെ അവസാനത്തെ ദിനങ്ങൾ അല്ലെ, ആ 10 ദിനങ്ങളിൽ അവസാനത്തെ 10-ൽ നമ്മൾ ആ ഇത്തുക്കും മിനന്നാറിൻ്റെ 10 അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ പവിത്രമായ ഈ പുണ്യമാന ദിനത്തിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം. എന്നാ പ്രതീക്ഷിക്കേണ്ടത്? ഒറ്റപ്പെട്ട രാത്രികളിൽ, ഓരോ 21, 23, 25, 27, 29 ഈ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മഹത്തുക്കൾ അവിടെ നിന്ന് പറയുന്നത് കാണാം, 27ൻ്റെ രാവിന് വല്ലാത്ത മഹത്വമുണ്ട്. ഏറ്റവും കൂടുതൽ അവിടുന്ന് പ്രബലമായിട്ട് മഹാന്മാരൊക്കെ ഉദ്ദേശിച്ചത്, അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് 27ൻ്റെ രാത്രിയിലാണ്. ഈ രാവിന് പ്രധാനമായിട്ടുമുള്ള ഒരു അടയാളം, ഒരു 4 അടയാളം കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. 27ൻ്റെ രാത്രിയുടെ ആ ഒരു രാവിന് നമുക്കുള്ള അന്തരീക്ഷം നമുക്ക് വല്ലാത്ത ശാന്തമായ അന്തരീക്ഷമാകും. സാധാരണ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പല പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും, പല ജീവികളുടെ ശബ്ദങ്ങൾ കേൾക്കും. അന്നത്തെ രാത്രിയിൽ നമുക്ക് ഒന്നും തന്നെ കേൾക്കാൻ കഴിയില്ല. ഒരു ശാന്തമായ അന്തരീക്ഷം, ഒരു തെളിച്ചമുള്ള അന്തരീക്ഷം, വല്ലാതെ നമുക്ക് കൂരിരുട്ട് അത് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു തെളിച്ചമുള്ള അന്തരീക്ഷമാണ് അന്നത്തെ ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ രാത്രിയിൽ നക്ഷത്രങ്ങൾക്ക് വല്ലാത്ത തിളക്കമുണ്ടാകും. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങളെ വല്ലാതെ തിളക്കമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പിറ്റേ ദിവസം, അതായത് 27ൻ്റെ ആ ദിനത്തിൽ, ഇത് 27ൻ്റെ രാത്രിയിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി 4ാമത് പറയാണ്, 27ൻ്റെ ആ ഒരു ദിവസത്തിൽ നമുക്ക് കാണാം സൂര്യൻ്റെ കിരണങ്ങൾ അത് ഉദിക്കുന്ന സമയത്ത് തന്നെ വല്ലാതെ ഒരു കടുത്ത രീതിയിലുള്ള പ്രകാശം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു നോർമലായിട്ടുള്ള, ഒരു നേർന്ന രീതിയിലുള്ള ഒരു സൂര്യപ്രകാശം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരു മഞ്ഞ നിറം നമുക്കിങ്ങനെ തോന്നും, ഒരു സുന്ദരമായ പ്രകാശം നമുക്കിങ്ങനെ തോന്നും. ആ രീതിയിലാണ് സൂര്യനെ നമ്മൾ 27ൻ്റെ ദിനത്തിൽ നമ്മൾ കാണുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി അത് ലഭിക്കാത്ത വിഭാഗം നമുക്ക് കൂട്ടത്തിലുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഭാഗമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, ഈ പുണ്യമാന ദിനത്തിൽ കിട്ടുന്ന കാരുണ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അത് എല്ലാ മുഅ്മിനുകൾക്കും ഇങ്ങനെ വിതരണം ചെയ്യും. ആ വിതരണം ചെയ്യുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും അതിങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അത് കൊടുത്തതിൻ്റെ ശേഷം അള്ളാഹിൻ്റെ അടുത്ത് ഇങ്ങനെ തിരിച്ചു പോയിട്ട് പറയാണ്, അള്ളാഹുവേ ഞാനിതാ മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഇനിയും ബാക്കിയാണ്, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറയും, മരിച്ചുപോയ മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്, ഇത് അവരിലേക്കും കൂടെ എത്തിക്കുക എന്ന് അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ടോ അവർക്ക് എല്ലാവർക്കും കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും ബാക്കിയാണ് അള്ളാഹിൻ്റെ ആ പരിശുദ്ധമായ കാരുണ്യം. ആ റഹ്മത്ത് അവിടുന്ന് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തേക്ക് മടങ്ങുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ആ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് നിങ്ങളത് കൊടുത്തോളൂ, അവരിലേക്ക് എത്തിച്ചു കൊടുത്തോളൂ. അങ്ങനെ അവരിലേക്കും അത് കൊടുക്കും. അങ്ങനെ ആ അനുഗ്രഹം കിട്ടിയ ആളുകളാണ് പിന്നീട് പരിശുദ്ധമായ ഇസ്ലാമിൽ ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധമായ നമ്മുടെ ദീനിലേക്ക്, ഈ പരിശുദ്ധമായ നമ്മുടെ ദീനിലേക്ക് വരുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം പവിത്രമാണ് ഈ പുണ്യമാന ഈ ദിനങ്ങൾ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിൻ്റെ പവിത്രത, അതിൻ്റെ മഹത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, 4 വിഭാഗം ആളുകളുണ്ട്, അവർക്കൊരിക്കലും തന്നെ ഈ പുണ്യമാന ദിനത്തിൻ്റെ മഹത്വത്തെ ലഭിക്കില്ല എന്ന് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്ഥിരമായിട്ട് മദ്യപാനം നടത്തുന്ന ആളുകൾ, അവർക്കൊരിക്കലും തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ ഈ പവിത്രതയെ മനസ്സിലാക്കാൻ അവർക്കതിൻ്റെ പവിത്രത ലഭിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് മദ്യപാനം മാത്രം അല്ല, ലഹരിയുടെ ഉപയോഗിക്കുന്ന ആളുകളിലേക്കൊക്കെ ഇത് ബാധിക്കും. ലഹരിയുടെ ഉപയോഗം ചെയ്യുന്ന ആളുകൾ, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, MDMA ഉപയോഗിക്കുന്ന ആളുകൾ, പല പല രീതികളിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അവർക്ക് അവസാനം മദ്യപാനത്തിലേക്ക് എത്തും എന്നത് തീർച്ചയായിട്ടും നമ്മൾ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഭാഗം ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അതേപോലെ തന്നെ രണ്ടാമത്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ആളുകൾ, വാപ്പായോട് പിണക്കമാണ്, ഉമ്മയോട് പിണക്കമാണ്, മിണ്ടൂല, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന ആളുകൾ, വൃദ്ധസദനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവിട്ട ആളുകൾ, അവരവിടെ സേഫ്റ്റി ആണല്ലോ, ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളിന്ന് ഇത്രയും പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നത് നമ്മുടെ വാപ്പയും ഉമ്മയും ഉള്ളത് കൊണ്ടാണ്. അവരാരും വേറെ ആരെയും
ആരെയും നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർ വാർദ്ധക്യമായാൽ, അവർക്ക് പ്രയാസമായ അത് നോക്കൽ എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മൂന്നാമതായിട്ട് പറയുന്നത് കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ എളാപ്പമാർ, മൂത്താപ്പമാർ, അതേപോലെ തന്നെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, ഇവരോടുള്ള പിണക്കങ്ങൾ മാത്രമല്ല, സ്വന്തം വീട്ടിൽ മക്കളോട്, ഭാര്യയോട്, വാപ്പയോട്, ഉമ്മയോട് പിണങ്ങി നിൽക്കുന്ന വിഷയങ്ങളൊക്കെ അതിൽപ്പെടും. ഇനി അവരിങ്ങോട്ടാണ് മിണ്ടാത്തത്, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരിങ്ങോട്ട് മിണ്ടുന്നില്ല, അതിലാരാ ഉത്തരവാദി? നമ്മളല്ലല്ലോ, അവർ തന്നെയാണല്ലോ. അതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ളവരോടും നമ്മളെ കുടുംബത്തോടും നമ്മുടെ സ്വത്തിൻ്റെ പേരിൽ ജ്യേഷ്ഠാനുജനോട് തെറ്റാണ്, വാപ്പയോട് ഉമ്മയോട് തെറ്റാണ്, അല്ലെങ്കിൽ ഭാര്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ രണ്ടുപേരും അങ്ങോട്ട് പിണക്കമാണ്. എന്താണ് അതിൻ്റെ ആവശ്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക കുടുംബത്തിൻ്റെ അവസ്ഥ, അല്ലേ? അതൊക്കെ കുടുംബ ബന്ധം മുറിച്ച കാര്യങ്ങളിൽ, ആ മുറിക്കപ്പെട്ട കാര്യങ്ങളിൽ അവിടെ നിന്ന് പെടുമെന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഇബ്ലീസിൻ്റെ കുട്ടികൾ, ഇബ്ലീസൊക്കെ അങ്ങനെ കൂടി നിന്നിട്ട് ചർച്ച നടത്തുകയാണ്. ഏറ്റവും ഉത്തമനായ ഒരാളെക്കുറിച്ച് ഇബ്ലീസിൻ്റെ കൂട്ടത്തിൽ കിരീടം അണിയിക്കുന്ന ആളുകൾ, അത് ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിച്ചവരാണ്, എളാപ്പ മൂത്താപ്പാരെ തെറ്റിച്ചവരാണ്, ബാപ്പ മക്കളെ തെറ്റിച്ചവരാണ്, ഉമ്മ മക്കളെ തെറ്റിച്ചവരാണ്, ഇങ്ങനെ കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികൾ, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിൻ്റെ ഒരു ഗൗരവം എന്ന് പറഞ്ഞാൽ. നാലാമത്തെ വിഭാഗം കൂടെ പറയുന്നുണ്ട്, ഹൃദയത്തിൽ കാപട്യം കൊണ്ട് നടക്കുന്ന ആളുകൾ, കുശുമ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മറ്റുള്ളവർ ദേഷ്യം കൊണ്ട് നടക്കുന്ന ആളുകൾ, വെറുപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾ, മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ താല്പര്യമില്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾക്ക്, ഈ 4 വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടതില്ല. അവർ എത്ര ഉറക്കമൊഴിച്ചിട്ടോ ഇബാദത്ത് ചെയ്തിട്ടോ കാര്യം, ഇതൊക്കെ ഒരു വ്യക്തികളുമായിട്ടുള്ളതാണല്ലോ പലതും അതിൽ, അല്ലേ? അപ്പം അതൊക്കെ നമ്മൾ തീർക്കാതെ, പൊരുത്തപ്പെടിക്കാതെ, തെറ്റിയത് പൊരുത്തപ്പെടിക്കാതെ, വെറുപ്പ് മാറ്റാതെ, മദ്യപാനങ്ങൾ നിർത്താതെ, അല്ലേ, വാപ്പയും ഉമ്മയോടും പൊരുത്തം ചോദിക്കാതെ ഒരിക്കലും തന്നെ നമ്മൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ ആ ദിനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ലഭിക്കില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഇന്ന ദിനത്തിൽ, ഈ പുണ്യദിനത്തിൽ നമ്മൾ ചൊല്ലേണ്ട കാര്യം എന്താണ്? ഈ ദിവസത്തിൽ നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടി വളരെ ശ്രമിക്കണം. ഇജാബത്തുണ്ട്, വളരെ ഇജാബത്തുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, തൗബ, എൻ്റെ പാപങ്ങൾ എല്ലാം ഏറ്റുപറയാം, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് പറയാം, അല്ലേ, എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കേഴുന്നതിനാണ് തൗബ എന്ന് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അല്ലേ? ഒന്നെന്താ? ചെയ്തു പോയ ദോഷത്തെ തൊട്ട് അവിടെ നിന്ന് ഖേദിച്ചിട്ട് നമ്മൾ മടങ്ങലാണ്. 2, ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന്, ആ ദോഷങ്ങളിൽ നിന്ന് പിൻവാങ്ങി നിൽക്കലാണ്. അത് മൂന്നാമത്തതോ, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യില്ല, ഒരു തെറ്റും ചെയ്യില്ല എന്ന് മനസ്സിനകത്ത് ദൃഢനിശ്ചയം ചെയ്യുക. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നാലാമത്തെ ഒരു കാര്യം കൂടെയുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹക്കിടപാടുകൾ, മറ്റുള്ളവരെ പറഞ്ഞത്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത്, ചീത്ത പറഞ്ഞത്, അവരെ വേദനിപ്പിച്ചതാണെങ്കിൽ അവരോടും കൂടെ നമ്മൾ പൊറുക്കലിനെ തേടണം. അങ്ങനെ വേണം നമ്മൾ തൗബ ചെയ്യാൻ. ഇത് അള്ളാഹിൻ്റെ മുമ്പിൽ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനുകളുമായിട്ട് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ ഖേദിച്ചു മടങ്ങൽ നമുക്ക്, എൻ്റെ പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്തവർക്ക് പാപം പൊറുപ്പിക്കാൻ അവിടെ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഈ പുണ്യമാന തിരച്ചിൽ ചെയ്യൽ വളരെ അധികം ഉത്തമമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഇന്ന ഈ ദിവസത്തിൽ ഞങ്ങൾ എന്താണ് കൂടുതലായിട്ട് അധികരിപ്പിക്കേണ്ടത്? ലൈലത്തുൽ ഖദർ ആയാൽ ഞങ്ങൾ എന്താണ് കൂടുതലായിട്ട് അധികരിപ്പിക്കേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലേ, പരിശുദ്ധമായ റമളാനിൽ നമ്മളെല്ലാവരും ഈ അവസാനത്തെ 10 ചൊല്ലുന്ന, അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ പടച്ചവനെ, നീ പൊറുക്കുന്നവനാണ്, പൊറുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നതാണ്, അതേപോലെ തന്നെ അതുകൊണ്ട് നീ എനിക്ക് പുറത്തുകൊണ്ടാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ താണ് വീണ്, അല്ലേ, കേണ് നമ്മൾ അപേക്ഷിക്കുന്നത്. യജമാനനോട്, ഉടമയോട് ഒരു അടിമ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്തൊരു വിനയമാണ്.
ഭാഷയാണ്. ആ ഭാഷ തന്നെ നോക്കൂ. നമുക്കെല്ലാം നൽകുന്നവനോട്, നമുക്കെല്ലാം കാണിച്ചു തരുന്ന, നമുക്കെല്ലാ സൗകര്യങ്ങളും തന്ന, എല്ലാമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഇടപെടുന്ന, സംസാരിക്കുന്ന ഒരു രീതി തന്നെ നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ആർത്തവകാരികളായ സ്ത്രീകൾ അല്ലേ, അവർ നിസ്കരിക്കാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല അല്ലേ, ഖുർആൻ തൊട്ടുകൊണ്ട് ഖുർആൻ എന്ന രീതിയിൽ അവർ പാരായണം ചെയ്യാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ആർത്തവകാരിയായ ഒരു സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഷമത്തിന് പ്രതിഫലം നൽകുന്നുണ്ട്. ഒരു നമ്മുടെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ അതിന് പേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവനിക്ക് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനാണിത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ മഹത്വങ്ങളുണ്ട്, പാപം പൊറുക്കുന്നുണ്ട്, പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര് മനസ്സിലാക്കണം, ദിക്റുകൾ ചൊല്ലാം. നമ്മൾ ഈ പറഞ്ഞ ദിക്റുകൾ ചൊല്ലാം. ഇനി ദിക്ർ എന്ന രൂപത്തിൽ തന്നെ ഖുർആനിലൊക്കെ ദിക്റുകൾ ഉണ്ടല്ലോ അല്ലെ. ഖുർആനിലെ എല്ലാ വചനങ്ങളും അള്ളാഹിൻ്റെ ദിക്റുകളാണ് അല്ലേ. ഖുർആന്റെ ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ പവിത്രമായ വചനങ്ങളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അതിലൊക്കെ ദിക്റുകൾ പ്രത്യേകമായിട്ട് അതൊക്കെ ദിക്ർ എന്ന രൂപത്തിൽ നമുക്ക് കൊണ്ടു നടക്കാം, നമുക്ക് ചൊല്ലാം. തസ്ബീഹുകൾ ചൊല്ലാം, സ്വലാത്തുകൾ ചൊല്ലാം. എൻ്റെ പ്രിയമുള്ളവരെ, അതൊക്കെ ഈ ആർത്തവ സമയത്ത് ആർത്തവകാരികളായ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരിമാർക്കൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുന്ന അമലുകളാണ്. അവർ നിസ്കരിക്കേണ്ട, മറ്റു കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ എന്ന രൂപത്തിൽ ഓതണ്ട എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവർ, അത് തൊടണ്ട. അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ പുണ്യദിനത്തിനെ ഹയാത്താക്കൽ, ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കൽ വളരെയധികം പവിത്രതയുള്ള ഒരു ദിവസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പുണ്യമായ റമദാനിൽ എല്ലാ ദിവസവും നോമ്പെടുത്തിട്ട് എല്ലാ മഹത്വങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അധ്വാനിച്ചിട്ട് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഈ പുണ്യമായ ദിനത്തിലെ പവിത്രമായ ലൈലത്തുൽ ഖദർ അത് നമുക്ക് ലഭിക്കാതെ ഒരു ദിവസം നമ്മിൽ നിന്ന്, ഈ ഒരു മാസം നമ്മിൽ നിന്ന് കടന്നു പോയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മൾ എത്രയോ ഹതഭാഗ്യവന്മാരാണ് എന്ന് തന്നെ നമ്മൾ പറയണ്ടേ. നമ്മൾ ഇതുവരെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? തുടക്കം മുതൽക്കേ നമ്മൾ പറയുന്നത് എന്താ? ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ അല്ലേ. ആ പുണ്യമായ ഒരു മഹത്വത്തെ റമദാൻ വന്നാൽ ഒരു വിശ്വാസിയുടെ മനസ്സിനകത്ത് മൊത്തം പിന്നെ ലൈലത്തുൽ ഖദറാണ്. എന്നിട്ട് ഈ ലൈലത്തുൽ ഖദർ ലഭിക്കാതെയാണ് ഈ പുണ്യമായ മാസം നമ്മിൽ നിന്ന് വിട പറയുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളമാണ് നമ്മൾ ഹതഭാഗ്യവന്മാർ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഈ പുണ്യമായ ദിനത്തിൽ ലൈലത്തുൽ ഖദർ ലഭിച്ചവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദറിന്റെ ആ പവിത്രത അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അവിടുന്ന് മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തുള്ള വലിയൊരു പവിത്രതയുണ്ട്, മഹത്വങ്ങളുണ്ട്, അവിടുത്തെ ഒരു അനുഗ്രഹം ലഭിക്കാനുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു തആല നമ്മിലെല്ലാവരിലും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.